സമ്മർ കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. സമ്മർ കളക്ഷൻ എന്ന് പറയുമ്പോൾ എല്ലാവരും പറയും നമുക്ക് കോട്ടൺ മീൻസ് കുർത്ത, സൽവാർ മെറ്റീരിയൽ, റണ്ണിങ് ഫാബ്രിക്സ്. അപ്പോൾ നമുക്ക് സാരി യൂസ് ചെയ്യുന്ന കുറേ പേരുണ്ട്. പ്രത്യേകിച്ച് കുറച്ച് എന്താ പറയുക നാട്ടിൻപുറത്തും എല്ലാ ഏരിയാസിലും ഉണ്ട്. പക്ഷെ നമുക്ക് ഇടുക്കി, കുമിളി, അതുപോലെ തന്നെ വയനാട് അല്ലേ, അവിടെ നിന്നെല്ലാം കുറച്ച് ഒരു കൂട്ടം എന്താ പറയുക അമ്മമാരും അതുപോലെ തന്നെ ചേച്ചിമാരൊക്കെ നമുക്ക് എപ്പോഴും ഇതെന്താ നിങ്ങളെപ്പോഴും മൊഡാൾ സിൽക്കും കുർത്താസും കഫ്താനൊക്കെ ഇടുന്നത്, വല്ലപ്പോഴും കുറച്ച് വെറൈറ്റി സാരീസൊക്കെ ഇട്ടൂടെ, അതിൻ്റെയൊക്കെ വീഡിയോസൊക്കെ ഇട്ടൂടെ നമുക്ക് ചോദിക്കാം. നമുക്ക് റെഗുലറായിട്ട് നമ്മുടെ അടുത്ത് സാരി പർച്ചേസ് ചെയ്യുന്ന കുമളിയിലുള്ള ഒരു ആൻസി ചേച്ചി ഉണ്ട്. ഞങ്ങളെ സാരിയുടെ വീഡിയോസ് കുറേ പേരുണ്ട്, അതിൽ ഒരാളെ പേര് എടുത്ത് പറയുന്നതേ ഉള്ളൂ. എപ്പോഴും ഏതെങ്കിലും ചുരിദാറിൻ്റെ വീഡിയോ ഇട്ട് ഓൺ ദ സ്പോട്ട് എനിക്ക് കോൾ വരും, മോളെ ഇന്ന് സാരി ഇട്ടിട്ടില്ലല്ലോ, ഞാൻ സാരിക്ക് വേണ്ടിയാണ് വെയിറ്റ് ചെയ്തതെന്ന് പറയും. അപ്പോൾ ഇന്ന് നമ്മൾ എന്താ പറയുക കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഹാൻഡ്ലൂമിൻ്റെ സാരി കളക്ഷനായിട്ട് വന്നിരുന്നു. ഇന്ന് വീണ്ടും നമ്മൾ കൊണ്ടുവന്നിരിക്കുന്നത് പ്യുവർ ഹാൻഡ്ലൂം കോട്ടണിൽ വരുന്ന സാരീസാണ്. മീൻസ് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റാണ്. പക്ഷേ റേറ്റും മറ്റ് ഡീറ്റെയിൽസൊക്കെ നിങ്ങൾ വാട്സപ്പ് ത്രൂ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. പിന്നെ ചിലർക്കൊരു ഡൗട്ടാണ്, പലർക്കും പല റേറ്റാണോ നിങ്ങളെന്താ റേറ്റ് പറയാത്തതെന്ന്. കാര്യം എന്താ പറയുക എല്ലാറ്റിൻ്റെയും റെപ്ലിക്കാസ് വരുന്ന ഒരു ടൈമാണ്. അപ്പോൾ സപ്പോസ് നമുക്ക് കുറേ, കാരണം ഇതൊക്കെ പ്യുവർ ഹാൻഡ്ലൂമാണ്. നമ്മൾ ഹാൻഡ്ലൂം സാരി യൂസ് ചെയ്യുന്നവർക്ക് നന്നായിട്ട് അറിയാം. പ്യുവർ ഹാൻഡ്ലൂം വിത്ത് വീവിങ് ത്രെഡ് വീവിങ് പാറ്റേണിൽ വരുന്ന സാരിയാണ്. ചെറുതായിട്ട് വരുന്ന ഒരു പോച്ചമ്പള്ളി പാറ്റേൺ വന്നിട്ടുണ്ട് ഇതിൽ, ഇക്കട്ട് പാറ്റേൺ ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ റെപ്ലിക്കാസ് വരുന്ന സമയത്ത് നമുക്ക് അത്രയും ഇത് ഹൈ റേഞ്ച് ആണല്ലോ, അങ്ങനെ പല കമൻറ്റ്സ് ആയിരിക്കും. അപ്പം ചിലപ്പം ചിലവർക്ക് അതൊരു മീൻസ് എന്താ പറയുക ഡൗട്ടായിരിക്കും, ഇത് ഒറിജിനലാണോ, ഇവർ റേറ്റിൻ്റെ പ്രശ്നമാണോ എന്നുള്ളൊരു ഡൗട്ടൊക്കെ വരും. അതുകൊണ്ടാണ് കറക്റ്റായിട്ടുള്ള റേറ്റ് നമ്മൾ ഷോറൂമിൽ സെല്ല് ചെയ്യുന്ന സെയിം റേറ്റ് തന്നെയാണ്. വാട്സപ്പ് ത്രൂ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ ഇന്നത്തെ കളക്ഷൻസ് 1 by 1 ആയിട്ട് കാണാം. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു ആഷ് കളർ എന്നും പറയാൻ പറ്റും, ഒരു സ്കൈ ബ്ലൂ എന്ന് പറയാം. ഈ കാണുന്ന ഡിസൈൻ തന്നെയാണ്. ഇതിൻ്റെ ഒരു ബോർഡറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു മെറൂണും അതുപോലത്തെ തൊട്ടടുത്ത് ഇക്കട്ട് പാറ്റേണിൽ വരുന്നൊരു ബോർഡറുമാണ്. മെറൂണിൽ ത്രെഡ് വീവിങ് പാറ്റേൺ ആണ്. ത്രെഡ് വീവിങ് പാറ്റേൺ വന്നിട്ട് ഈ ഒരു ബ്ലാക്ക് ആൻഡ് ആഷ് ബ്ലാക്ക് മസ്റ്റർഡ് യെല്ലോയിൽ വരുന്ന ഒരു ഇക്കട്ട് പാറ്റേൺ ആണ് ബോർഡർ വന്നിരിക്കുന്നത്. 2 സൈഡ് സെയിം ബോർഡറാണ്. ബോഡി ഫുള്ള് ചെറിയ ബൂട്ട, ചെറിയൊരു ലീഫ് പാറ്റേണിൽ വരുന്ന ത്രെഡ് വീവിങ് ആണ്. പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ഇത് കണ്ടോ, ഒരു അടിപൊളി പല്ലു പോർഷനാണ്. ആ ഒരു ഇക്കട്ട് വീവിങ് പാറ്റേണിൽ വരുന്ന ആ ഒരു പല്ലു പോർഷനാണ്. ഇത് വിത്തൗട്ട് ബ്ലൗസാണ്. കാരണം ഇങ്ങനത്തെ സാരീസിലൊക്കെ നമുക്ക് ജസ്റ്റ് ഒരു കോട്ടണിൽ വരുന്ന 2 by 2 ബ്ലൗസ്, അത് ബ്ലാക്കോ മെറൂണോ ഏത് വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഈ ഒരു സാരിയാണ്, പല്ലു പോർഷൻ. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതുണ്ടോ, നല്ലൊരു മസ്റ്റേർഡ് എന്ന് പറയാൻ പറ്റില്ല, ഡാർക്ക് മസ്റ്റേർഡും ഒരു പോലീസ് കാക്കി എന്നൊക്കെ പറയുന്ന ആ ഒരു ഷെയ്ഡാണ്. ഗ്രീനാണ്, ജസ്റ്റ് ഒരു പ്ലെയിൻ ആയിട്ട് വരുന്ന ഗ്രീൻ ബോർഡറും ബോഡിയിൽ വന്നിരിക്കുന്ന വീവിങ് പാറ്റേൺ ആണ്. മെറൂണും ബ്ലാക്കും വീവിങ് പാറ്റേൺ ആണ്. ഇത് വന്നിരിക്കുന്നത് പല്ലു പോർഷൻ ഈ ഒരു ടൈപ്പിൽ, അതായത് നമ്മളെ ടിപ്പിക്കൽ ഹാൻഡ്ലൂം ടൈപ്പിൽ വരുന്ന സാരിയാണ്. നമുക്ക് ഈ ഒരു സമ്മറിൽ പട്ട് സാരി അതുപോലെ തന്നെ ചൂടെടുക്കുന്ന ഐറ്റംസ് മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തവർക്ക് ഈ ഒരു ഹാൻഡ്ലൂം സാരി യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഇത് വിത്ത് ബ്ലൗസാണ്. പക്ഷേ ബ്ലൗസ് വന്നിരിക്കുന്നത് ഈ പ്ലെയിനിൽ വരുന്ന ഈ ബോർഡർ പാറ്റേൺ ആണ്. പക്ഷെ കുറച്ചും കൂടെ നമുക്ക് ഈ ഹാൻഡ്ലൂം സാരിക്കൊക്കെ കുറച്ചും കൂടെ ഭംഗി കൊടുക്കുന്നത് ബോർഡറിൽ വരുന്ന ആ കളറിൽ വരുന്ന നല്ല 2 by 2 കോട്ടണിൽ വരുന്ന ബ്ലൗസ്, സിമ്പിളായിട്ട് പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് ഇട്ടാൽ തന്നെ നല്ല ഭംഗിയായിരിക്കും. എല്ലാം ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റാണ്. റേറ്റും മറ്റു ഡീറ്റെയിൽസ് നിങ്ങൾ വാട്സപ്പ് ത്രൂ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി. നെക്സ്റ്റ് വന്നിരിക്കുന്ന ഇപ്പോൾ നമ്മൾ കാണിച്ച സെയിം കളറാണ്. സെയിം കളറിൽ ഡിഫറെൻറ്റ് പ്രിൻറ്റ് മീൻസ് ഡിഫറെൻറ്റ് വീവിങ് പാറ്റേൺ ആണ്. ഗ്രീനും ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ബോഡിയിൽ വന്നിരിക്കുന്ന ഈ ഒരു വീവിങ് പാറ്റേൺ ആണ്. ഇതാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. പല്ലുവിൽ വന്ന സമയത്ത് നല്ല ബിഗ് ഡിസൈൻ, വലിയ ഫ്ലോറൽ ഡിസൈൻ വീവിങ് ആണ് ചെയ്തിരിക്കുന്നത്. ഉണ്ടോ, ഹാൻഡ്ലൂം പ്യുവർ ഹാൻഡ്ലൂമിൽ വരുന്ന സാരിയാണ്. ഇതും വിത്ത് ബ്ലൗസാണ്. ഈ ഒരു പ്ലെയിൻ വിത്ത് ബോർഡറാണ്. പക്ഷേ ഞാൻ പറഞ്ഞ പോലെ തന്നെ 2 by 2 ബ്ലൗസ് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. നെക്സ്റ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ എന്ന് പറയുകയാണെങ്കിൽ നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇതുണ്ടോ, ഓപ്പൺ ആക്കിയപ്പോൾ ഇങ്ങനെ കുഴപ്പമില്ല, ഇങ്ങനെ ഇടാം. ബോഡി ഫുള്ള് വന്നിരിക്കുന്നത് പ്ലെയിൻ ആണ്. ഇതുണ്ടോ, ബോഡി വന്നിരിക്കുന്ന പ്ലെയിനിൽ ഇതാണ് ബോഡി വന്നിരിക്കുന്നത്. നല്ല പിങ്കാണ് കോമ്പിനേഷൻ. അത് നേരത്തെ കാണിച്ച കളറിൽ നിന്നും കുറച്ച് ഡിഫറെൻ്റ് ആണ്. ഒരു ഒലീവ് ഗ്രീൻ അല്ല, മസ്റ്റർഡ് യെല്ലോയും ഒലീവ് ഗ്രീനും മിക്സ് ആയിട്ട് വരുന്നൊരു ഷെയ്ഡാണ്.
പിങ്കാണ് ബോർഡർ വന്നിരിക്കുന്നത്. ഈ കളറിൽ വരുന്ന ബ്ലൗസ് ഇടാം. വിത്ത് ബ്ലൗസാണ്. പ്ലെയിൻ വന്നിട്ട് ബോർഡർ വരുന്ന ബ്ലൗസ് പീസാണ്. ഇതിൻ്റെ പല്ലു പോർഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇതാണ് പല്ലു പോർഷൻ. കുറച്ച് തിരിഞ്ഞുപോയി. പല്ലു പോർഷൻ വന്നിരിക്കുന്നത് ഇതാണ് പല്ലു പോർഷൻ. നമുക്കിത് പ്ലെയിൻ ബ്ലൗസ് വേണമെങ്കിൽ ഇടാം, അല്ലെങ്കിൽ ഇതിൻ്റെ ബ്ലൗസ് പീസ് തന്നെ ഇടാം. പല്ലു പോർഷനിലേക്ക് വരുന്ന സമയത്ത് ആ ഒരു വീവിങ് ഡിസൈൻ കുറച്ച് കൂടുതലാണ്. ത്രെഡ് വീവിങ്ങിൽ വന്ന ഡിസൈൻ കൂടുതലായിട്ടാണ് വന്നിരിക്കുന്നത്. നെക്സ്റ്റ് വന്നിരിക്കുന്നത് സെയിം തന്നെ വേണ്ട ഡിഫറെൻറ്റ് പാറ്റേണിൽ. ഇത് അറിയാമല്ലോ, ഹാൻഡ്ലൂം സാരി യൂസ് ചെയ്യുന്നവർക്കറിയാം. സ്റ്റാർച്ച് ചെയ്തിട്ട് ഉപയോഗിക്കാം, വിത്തൗട്ട് സ്റ്റാർച്ച് യൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. വളരെ നല്ല അടിപൊളി. പണ്ട് ഇപ്പോൾ നമ്മൾ ടീച്ചേഴ്സൊക്കെ സൽവാസിലേക്ക് മാറിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഈ ഒരു ടൈപ്പൊക്കെ നമുക്ക് റെഗുലറായിട്ട് എത്ര കോമ്പിനേഷൻ കൊണ്ടുവന്നാലും പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആവുന്ന ഒരു സാരീസാണ്. ഇപ്പം എന്ന് പറഞ്ഞാൽ സാരി മാത്രം യൂസ് ചെയ്യുന്ന ഹൗസ് വൈഫ്, അതുപോലെ തന്നെ അമ്മമാരും ആൻറ്റിമാരൊക്കെ യൂസ് ചെയ്യുന്ന ചേച്ചിമാരും, അതുപോലെ തന്നെ പറയാൻ പറ്റില്ല, ഇപ്പോഴത്തെ ട്രെൻഡി കുട്ടികൾ റീൽസൊക്കെ കാണുന്നില്ല, നമ്മൾ നല്ല പ്യുവർ കോട്ടണിൽ വരുന്ന സാരീസൊക്കെ ഇട്ടിട്ടാണ് റീൽസ് ചെയ്യുന്നത്. അങ്ങനെയുള്ളവർക്ക്, എല്ലാ ഏജിലുള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു സാരിയാണ്. ഇതാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. ബ്ലൗസ് പീസ് വന്നിട്ടുണ്ട്. ഇതിന് ബ്ലൗസ് പീസ് വന്നിരിക്കുന്നത് ഇതുപോലെ പ്ലെയിൻ വന്നിട്ട് ഈ ഒരു ബോർഡറാണ്. പക്ഷേ ഈ ഒരു ഗ്രീൻ കാഞ്ചി സിൽക്കിലോ അല്ലെങ്കിൽ കാഞ്ചി കോട്ടൺ 2x2 ബ്ലൗസ് ഇട്ടാലും നല്ല ഭംഗിയായിരിക്കും. എല്ലാ പീസസും അവൈലബിൾ ആണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് തന്നാൽ മതി. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഒരു ബോർഡർ പാറ്റേണിലാണ്. സിമ്പിളാണ്. പ്ലെയിൻ വന്നിട്ട് നല്ല ഒരു ഉജാല ബ്ലൂവിൽ വരുന്ന ത്രെഡ് വീവിങ് പാറ്റേണിൽ വരുന്ന ഒരു മധുര കോട്ടൺ സ്റ്റൈലിലൊക്കെ വരുന്നൊരു സാരിയാണ്. നല്ലൊരു ഷെയ്ഡാണ് അല്ലേ, ഈ കാണുന്ന ഒരു ഷെയ്ഡാണ്. അതിലൊരു ജെറി പാറ്റേണിൽ ഇതാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. ഇതൊക്കെ വന്നിരിക്കുന്നത് നല്ലൊരു റീസണബിൾ റേറ്റാണ്. വാട്സപ്പ് ത്രൂ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ മതി. ബ്ലൗസ് വിത്ത് ബ്ലൗസാണ് ഇത് വന്നിരിക്കുന്നത്. ഇതുണ്ടോ, പ്ലെയിനിൽ വരുന്ന വിത്ത് ബോർഡറായിട്ട് വരുന്ന ബ്ലൗസാണ്. ഇനി നിങ്ങൾക്ക് നമ്മളെ വീഡിയോസൊക്കെ കാണുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണ് ലാവീസിൽ നിന്ന് എന്താണ് നിങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, ഏത് ടൈപ്പ് ഫാബ്രിക്സ് ആണ്, എന്താണ് നമ്മൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നത്, ഏത് റേഞ്ചാണ്. കാരണം നമുക്ക് എപ്പോഴും ഓരോ വീഡിയോസ് ഇടുന്ന സമയത്ത് നമുക്കൊരു ഡൗട്ടാണ്. കാരണം നമ്മളിൽ നിന്ന് നിങ്ങൾ എന്താണ് എക്സ്പെക്റ്റ് ചെയ്തത്, ഏത് റേഞ്ചിൽ വരുന്ന ഐറ്റംസ് ആണെന്നൊക്കെ ഡൗട്ടാണ്. അപ്പോൾ നിങ്ങളും കമൻറ്റ് ചെയ്യുക, അങ്ങനത്തെയൊക്കെ കൊണ്ടുവരണം എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മൾ കൊണ്ടുവരും. നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഇത് കണ്ടോ, നല്ല അടിപൊളി നല്ല കളറാണ്. ബ്ലാക്കും ഈ ഒരു ഇപ്പോൾ കാണിച്ച സെയിം തന്നെ ബോർഡർ പാറ്റേണിൽ ഒരു ഇക്കട്ട് വീവിങ് പാറ്റേണിൽ വരുന്ന സിമ്പിളായിട്ട് വരുന്ന ഡാർക്ക് ചിക്കു എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു ചോക്ലേറ്റ് കളറിൽ വരുന്ന സെയിം തന്നെ കളറാണ്. ബോർഡർ വിത്ത് നമ്മളിപ്പോൾ കണ്ടത് സെയിം ഒരു സിമ്പിൾ ബോർഡറായിരുന്നു. ബോർഡറിൽ ഇക്കട്ട് ഡിസൈനാണ്. ഇതാണ് സാരി വന്നിരിക്കുന്നത്. ഇതാണ് പല്ലു പോർഷൻ വന്നിരിക്കുന്നത്. പല്ലു പോർഷൻ ഇത് വിത്ത് ബ്ലൗസായിട്ട് തന്നെയാണ്. ബ്ലൗസ് വന്നിരിക്കുന്നത് സെയിം തന്നെ വരുന്ന ബ്ലൗസാണ്. പക്ഷേ നമുക്കിതിൻ്റെ കൂടെ പ്ലെയിൻ ബ്ലാക്ക് അല്ലെങ്കിൽ മെറൂണിൽ ബ്ലാക്ക് ബ്ലൗസായിരിക്കും കുറച്ചും കൂടെ ഭംഗിയുണ്ടാവുക. പ്ലെയിൻ ബ്ലാക്ക് എടുത്തിട്ട് നമുക്ക് ബോർഡർ ഈ പല്ലു പോർഷൻ്റെ ഇവിടെ വരുന്ന ഈ ഒരു പോർഷനിൽ വരുന്ന ബോർഡർ കട്ട് ചെയ്തിട്ട് കണ്ട, ഈ ഒരു ബോർഡർ കട്ട് ചെയ്തിട്ട് നമ്മൾ ആ സ്ലീവ്സിൽ ഫിറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. ഇതിൻ്റെ ബോഡി ഒന്നും കൂടെ സൂം ചെയ്താൽ കണ്ട, ബോഡിയിൽ ചെറിയൊരു നമ്മളെ ഈ ഒരു ഇക്കട്ടിൽ വരുന്ന പോലെ ചെറിയൊരു വൈറ്റ് ലൈൻ ഡിസൈൻ ഉണ്ട്. നല്ല അടിപൊളി പാറ്റേൺ ആണ്. നമ്മൾ നോർമൽ ഈ ഒരു ബോർഡറാണ് കണ്ടത്, അതിൻ്റെ കൂടെ ആ ഇക്കട്ടും കൂടെ വന്നപ്പോൾ അടിപൊളി. ഇനി കോട്ടണിൽ തന്നെ നിങ്ങൾക്ക് ഏത് റേഞ്ചാണ്, ഏത് ടൈപ്പാണ് സാരീസ് വേണമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ ആ ടൈപ്പ് സാരീസൊക്കെ നമ്മൾ കൊണ്ടുവരും, എവിടെ നിന്ന് വേണമെങ്കിലും. കാരണം നിങ്ങളുടെ ആ ഒരു ചോയ്സിനനുസരിച്ച്, കാര്യം നമ്മൾക്ക് കസ്റ്റമേഴ്സാണ് വലുത്, നിങ്ങൾ പറയുന്ന നിങ്ങളുടെ ചോയ്സിനനുസരിച്ച് കൊണ്ടുവരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. നെക്സ്റ്റ് വരുന്നത് ഈ സെയിം കളർ, നമ്മൾ ഈ കാണുന്ന സെയിം കളറാണ്. മീൻസ് ഇക്കട്ട് പാറ്റേണിൽ വരുന്ന ബോർഡറും ത്രെഡ്. കാരണം എനിക്ക് തോന്നുന്നു ഫസ്റ്റ് നമ്മൾ വീഡിയോ ഇട്ടതിൻ്റെ കളർ ചേഞ്ചാണ് ഇത് വന്നിരിക്കുന്നത്. ഇതാണ് പല്ലു പോർഷൻ. ഇതാണ് ബ്ലൗസ് പീസ്. ഇത് വിത്തൗട്ട് ബ്ലൗസാണ്. നമുക്കിതിൻ്റെ കൂടെ മെറൂണിലുള്ള ബ്ലൗസായിരിക്കും ഏറ്റവും നല്ല ഭംഗി. പിന്നെ കുറച്ചും കൂടെ ഇതിനെ ഹൈലൈറ്റ് ആക്കണമെങ്കിൽ പ്ലെയിൻ ബ്ലൗസ് ഇട്ടിട്ട് നമ്മൾ ഇത് കാണുന്ന എല്ലാറ്റിൻ്റെയും നിങ്ങൾക്ക് പ്ലെയിൻ ബ്ലൗസ് യൂസ് ചെയ്യണമെങ്കിൽ ആ കുത്തുന്ന ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു ചെറിയൊരു ബോർഡർ കട്ട് ചെയ്തിട്ട് സ്ലീവ്സിൽ അറ്റാച്ച് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇന്നത്തെ ഹാൻഡ്ലൂം കളക്ഷൻസ് സാരീസ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്താൽ മതി. അതുപോലെ തന്നെ ലാവിസ് ഡിസൈൻസിൻ്റെ പേജ് മാക്സിമം നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഷെയർ ചെയ്യണം. കണ്ണൂർ തളാപ്പിലാണ് വന്നിരിക്കുന്നത്. തളാപ്പ്
നിയർലി ചൈതന്യ ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഷോറൂം. മൺഡേ ടു സൺഡേ ഓപ്പൺ ആണ്. നമ്മളെ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വെബ്സൈറ്റ് ത്രൂ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാവുന്നുള്ളൂ. ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം, യൂട്യൂബ് 3 സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നമ്മളെ വീഡിയോസ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ കണ്ണൂർ നിയറസ്റ്റ് ആയിട്ടുള്ളവർക്ക് കണ്ണൂരിൽ നമ്മളെ ഷോറൂമിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യാവുന്നേ ഉള്ളൂ. ഒത്തിരി കളക്ഷൻസ് ഷോറൂമിലും അവൈലബിൾ ആണ്. അപ്പോൾ പുതിയ കളക്ഷൻസായിട്ട് നമുക്ക് വീണ്ടും കാണാം. വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ലാവിസിൻ്റെ താങ്ക് യു.